ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ശോധകം എന്ന ടോപ്പിക്കുമായിട്ടാണ്. അതായത് ടെസ്റ്റുകൾ. സൈക്കോളജി പരമായിട്ട് പ്രധാനമായും 4 തരം ടെസ്റ്റുകളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇത് കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഓരോ ലൈക്കുകളുമാണ് കൂടുതൽ സൈക്കോളജി ടോപ്പിക്ക് ഇടാനുള്ള പ്രചോദനം. അപ്പോൾ ഒന്നാമത്തതാണ് സിദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ശോധകമാണ് സിദ്ധി എന്ന് പറയുന്നത്. അത് എന്താണെന്ന് ചോദിച്ചാൽ ചിന്ത, ബുദ്ധി എന്നിവ അളക്കുന്നതിന് ഒരു പ്രധാന ഘടകമാണ് സിദ്ധി ശോധകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശോധകങ്ങളെല്ലാം ക്ലാസ് ടൈമിൽ അധ്യാപകന് അളക്കാവുന്നതേ ഉള്ളൂ. അത് പല തരത്തിലുണ്ട്. അവയാണ് നമ്മൾ പഠിക്കുന്നത്. അതിലൊന്നാമതാണ് നമ്മളിപ്പോൾ പഠിച്ചത് സിദ്ധി ശോധകം എന്ന് പറഞ്ഞത്. അത് ചിന്ത, ബുദ്ധി എന്നിവ അളക്കുന്നതിനാണ്. അപ്പോൾ ക്ലാസ് ടൈമിൽ ഒരു കുട്ടി എന്തും വേണ്ടി ചിന്തിച്ചു, ആ കുട്ടിയിൽ എന്തും വേണ്ടി ബുദ്ധി ഉണ്ടെന്നും ഒക്കെ അറിയാൻ വേണ്ടി അധ്യാപകൻ ക്ലാസ് ടൈമോടൊപ്പം തന്നെ നടത്തുന്ന ഒരു ശോധകമാണ് സിദ്ധി ശോധകം എന്ന് പറയുന്നത്. രണ്ടാമതായി പറയുകയാണെങ്കിൽ നിദാന ശോധകം. അപ്പോൾ നിദാന ശോധകം എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികളുടെ പ്രയാസങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ശോധകമാണ് സിദ്ധി ശോധകം എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളുടെ പ്രയാസങ്ങൾ, ക്ലാസ് ടൈമിൽ കുട്ടികൾ ഇഷ്ടംപോലെ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. വീട്ടിലായാലും സമൂഹത്തിലായാലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ശോധകമാണ് നിദാന ശോധകം എന്ന് പറയുന്നത്. അപ്പോൾ പ്രശ്നം കണ്ടെത്തുക മാത്രമല്ല അവിടെ അധ്യാപകൻ ചെയ്യുന്നത്, ശേഷം പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്തു കൊടുക്കുന്നതാണ് കുട്ടിക്ക്. അതാണ് നിദാന ശോധകം. അപ്പോഴാണ് നിദാന ശോധകം പൂർണ്ണമാകുന്നത്. ഓക്കെ, അടുത്തതാണ് മൂന്നാമത്തെ ശോധകമാണ് പ്രോഗ്നോസ്റ്റിക് ശോധകം. അപ്പോൾ മൂന്നാമത്തെ ശോധകം ഒരിക്കൽ കൂടി പറയുന്നു, പ്രോഗ്നോസ്റ്റിക് ശോധകം എന്ന് പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ ഭാവി പ്രകടനങ്ങൾ കണ്ടെത്താനുള്ള ശോധകമാണ്. അപ്പോൾ ഒരു കുട്ടിയുടെ ഭാവി എന്താവുമെന്ന് നമുക്ക് ആ ഒരു ശോധകത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ കുട്ടിയുടെ അഭിരുചി എന്തൊക്കെ തിരിയാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് കുട്ടിയിൽ അത് നേരത്തെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്കത് തീർച്ചയായും ഉപകാരപ്പെടും. അതനുസരിച്ച് കുട്ടിക്ക് വഴിമാറി പോകാനും അത് രക്ഷകർത്താക്കളെ അറിയിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് കുട്ടിയെ വഴിതിരിച്ച് വിടുവാനും ഈ പ്രോഗ്നോസ്റ്റിക് ശോധകം വഴി പറ്റുന്നതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ അഭിരുചി പരീക്ഷകളൊക്കെയാണ് അതിന് ഉദാഹരണങ്ങൾ. അടുത്ത നാലാമതൊരു ശോധകമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നിർവഹണ ശോധകമാണ്. നിർവഹണ ശോധകം അത് എന്താണെന്ന് ചോദിച്ചാൽ ഗണിതപരമായ മാതൃകകൾ നിർമ്മിക്കുന്നതിനുള്ള ശോധകമാണ്. അപ്പോൾ ഗണിതപരമായ മാതൃകകളൊക്കെ നിർമ്മിക്കാനുള്ള കുട്ടിയിലുണ്ടാകുന്ന ബുദ്ധി ഒരു അധ്യാപകൻ ക്ലാസ് ടൈമിൽ കണ്ടെത്തുന്നതാണ്. അതാണ് ഗണിതപരമായ മാതൃക നിർമ്മിക്കുന്നതിനുള്ള ശോധകം എന്ന് പറയുന്നത്. അതാണ് നിർവഹണ ശോധകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായും 4 ശോധകങ്ങളാണ് പഠിച്ചത്: സിദ്ധി ശോധകം, നിദാന ശോധകം, പ്രോഗ്നോസ്റ്റിക് ശോധകം, നിർവഹണ ശോധകം. നിങ്ങൾ തീർച്ചയായും പഠിച്ചിരിക്കണം. ഇത് നിങ്ങൾക്ക് പരീക്ഷകൾക്ക് LP ആയാലും കേറ്ററ്റ് ആയാലും ഏതിനായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ടീച്ചേഴ്സ് എക്സാമിനെല്ലാം ഉപകാരപ്പെടും. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കുകളുമാണ് കൂടുതൽ സൈക്കോളജി ടോപ്പിക് ഇടാനുള്ള പ്രചോദനം. ഇനി നമ്മൾ പഠിക്കുന്നത് ശോധകത്തിന് ഉണ്ടാകേണ്ട ഗുണങ്ങളാണ്. അപ്പോൾ ശോധകത്തിനുണ്ടാകേണ്ട ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമതായി സ്വാധുത വേണം, രണ്ടാമതായി വിശ്വാസ്യത വേണം, മൂന്നാമതായി സമഗ്രത വേണം, നാലാമതായി പ്രയോഗികത വേണം, അഞ്ചാമതായി വസ്തുനിഷ്ഠമായിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ സാധുത എന്ന് നോക്കാം. അപ്പോൾ സാധുത എന്താണെന്ന് ചോദിച്ചാൽ അളക്കാൻ ഉപയോഗിച്ച് തന്നെ ആ ശോധകം അളക്കുന്നു എങ്കിൽ ആ ശോധകം സാധുത ഉള്ളതായി നമുക്ക് പറയാം. അതായത് അളക്കാൻ ഉപയോഗിച്ചത് തന്നെയാണ് ആ ശോധകം അളക്കുന്നത് എങ്കിൽ
അങ്ങനെയുള്ള ശോധകത്തെ ആണ് നമ്മൾ സാധുത എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമതാണ് വിശ്വാസ്യത. അപ്പോൾ വിശ്വാസ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഗുണമാണ്. അപ്പോൾ വിശ്വാസ്യതയാണ് നമ്മുടെ ശോധകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് വിശ്വാസ്യത. ഏത് ഗ്രൂപ്പിൽ നടത്തിയാലും ഈ ശോധകം, അതായത് വിശ്വാസ്യത അളക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ഗ്രൂപ്പിൽ നടത്തിയാലും ഫലം ഒന്ന് തന്നെയെങ്കിൽ അതിന് വിശ്വാസ്യതയുണ്ട് എന്നാണ് അർത്ഥം. എല്ലാ ഗ്രൂപ്പിലും ഒരേപോലെ ഫലം വരികയാണെങ്കിൽ അതിന് വിശ്വാസ്യത ഉണ്ട് എന്നാണ് അർത്ഥം. മൂന്നാമത് സമഗ്രത. അതെന്താണെന്ന് ചോദിച്ചാൽ സമഗ്രമായി ആയിരിക്കണം ശോധകം നടത്തുന്നത്, എല്ലാ തരത്തിലും ഉണ്ടായിരിക്കണം ശോധകം. നാലാമത് പ്രയോഗികത. പ്രയോഗികത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രയോഗത്തിൽ ഉണ്ടാകുന്നതായിരിക്കണം, അത് നടപ്പുള്ള കാര്യമായിരിക്കണം, അതാണ് പ്രയോഗികത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത് വസ്തുനിഷ്ഠമായിരിക്കണം. വസ്തുനിഷ്ഠമായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുതാപരമായിരിക്കണം എന്ന് തന്നെയാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് ശോധകത്തിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ. അപ്പോൾ നമ്മൾ ശോധകത്തെ പറ്റിയാണ് കേട്ടത്. ശോധകത്തിൻ്റെ ഇംഗ്ലീഷ് ടെസ്റ്റ് എന്നാണ്. അപ്പോൾ നിങ്ങൾ ശോധകത്തെ പറ്റി അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. നിങ്ങളിത് ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ഓരോ ലൈക്കുകളാണ് കൂടുതൽ സൈക്കോളജി ടോപ്പിക്ക് ഇടാനുള്ള പ്രചോദനം. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു. അടുത്ത നമുക്ക് വേറെ ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.